Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, we can start. Yes, ma'am. Yes, ma'am. പ്രേയർ ഞാനാണ് മാം ശ്രുതി. ഇന്ന് പ്രേയർ ഇംഗ്ലീഷിലാണ്. Very good. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. കുറച്ചും കൂടി ഉണ്ടായിരുന്നു. എത്രയാണുള്ളേ? കുറച്ചുകൂടി അല്ല, വലിയൊരു പ്രേയറാണ്. 16 lines, 18 lines സംതിങ് ആണ് അതില്. ഞങ്ങൾ ചെറിയ ഷോർട്ട് ആക്കിന്ന് മാത്രം. ഹിന്ദി ഉണ്ട് അല്ലേ? എന്താ മാം? ഹിന്ദി ഉണ്ട് അതിന്റെ. അതില് ഹിന്ദി ഉണ്ട്. ഓക്കെ, ഇനി എന്താ? വാട്ട് നെക്സ്റ്റ്? സൈനിന് ഞാനാ മാം. യെസ് പ്ലീസ്. ഷോർട്ട് സ്റ്റോറിയാണ്. വീഡിയോ ഓൺ ആക്കണ്ടായിരുന്നു. വീഡിയോ ഓണേ ആക്കുവാണേ നന്നായിരുന്നു. യു ആർ നോട്ട് കംഫർട്ടബിൾ, നോ പ്രോബ്ലം. ഓക്കെ മാം. കേൾക്കുന്നില്ലേ? കാണാം, കേൾക്കാം. A bear and two friends. Two friends were passing through a jungle. Out of a sudden, the bear appeared. One of the two friends quickly climbed the tree nearby, but the second friend did not know how to climb a tree. He was startled. The bear slowly approached him, but suddenly he remembered that the bear did not touch the dead bodies. He lay down, breathless, and closed his eyes. The bear started to sniff around him and left the place. Then the first friend came down and asked the second friend what the bear had whispered to his ears. The second friend said, the bear advised him not to make friends with selfish people first. Moral: if your friend leaves you in the middle of trouble, is not your true friend. A friend in need is a friend indeed. Okay, nice messages. Okay, anything else? Anything you want to share? You can share your experiences related with anything. നമുക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരാളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ലൈക്ക് അവരുടെ പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി അങ്ങനെയൊന്നും അതിനൊന്നും എഫക്ട് ചെയ്യുന്നതാവരുത്. അല്ലാതെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അത് ഷെയർ ചെയ്താൽ ഗുഡ് എന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ക്ലാസ് മാത്രം എന്നുള്ള രീതിയിലല്ല, യു ക്യാൻ ഡു ദാറ്റ് ഓൾസോ. സിമ്പിൾ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇംഗ്ലീഷിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ വൺസ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി CBSE സ്കൂൾ ആയിരിക്കുമല്ലോ. അപ്പം നമ്മളുടെ ആദ്യത്തെ ബാച്ചുകളിലുള്ളവരൊക്കെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവര് എല്ലാം ഇംഗ്ലീഷിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇവർക്ക് നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ആ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ആ ബ്ലോക്കിംഗ് ഒക്കെ മാറ്റി വെച്ച് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഗുഡ്. ഓക്കെ ഫൈൻ. സോ എനിക്ക് തോന്നി ഇന്നാണ് നിങ്ങൾക്ക് ഞാൻ വെൽനസിന്റെ ലിങ്ക് അയച്ചു തന്നത്. ഇപ്പൊ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടാവും വെൽനസിന്റെ ലിങ്ക് അല്ലെ? കണ്ടോ ആരെങ്കിലും? ഓക്കെ, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാന്നായിരുന്നു പറഞ്ഞിരുന്നത്?
അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നോ? അതോ എന്തായിരുന്നു? അത് കംപ്ലീറ്റ് കഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നോട്ട്സിലേക്ക് എന്തെങ്കിലും എഴുതാനായിട്ടൊക്കെ പറ്റുവാണെങ്കിൽ അത് നോട്ട്സിലേക്ക് അത് പ്രിപ്പയർ ചെയ്ത് പോവുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്താൽ മതി. അതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ ഒരു കാര്യത്തെ പറ്റി ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കുറേ വൈഡ് ആയിട്ടായിരിക്കും അതിൽ പല കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇത് റിലേറ്റഡ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ നമ്മളിപ്പോ എവിടെയാ? റെഡിയായി? So where were we? Unit 1 കഴിഞ്ഞു. നിങ്ങൾക്ക് മറ്റുള്ള ടീച്ചേഴ്സ് ഏതാ എടുക്കുന്നേ എന്ന് പറയാമോ? ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ആയിട്ട് കഴിഞ്ഞോ? ഇല്ല മാം, അത് കഴിഞ്ഞിട്ടില്ല. എടുത്തോണ്ടിരിക്കുകയാണ്. മാൽ ന്യൂട്രീഷൻ വരത്തില്ല. ന്യൂട്രീഷൻ വരെ എടുത്തു. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് എടുത്തു. അപർണാനിക്ക് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് എടുത്തു. യൂണിറ്റ് 7 എടുക്കുന്നുണ്ട്, ഹെൽത്ത് കെയർ എടുത്തു. അപ്പൊ നമ്മൾ യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ബിഫോർ ദാറ്റ് ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ഓക്കെ, നമുക്ക് ചെറിയ ക്രാഫ്റ്റ് വർക്കുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ക്രാഫ്റ്റ് വർക്ക്, അതായത് ഫ്ലവർ മേക്കിംഗ്. കളർ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് 2 ടൈപ്പ് ഫ്ലവർ, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കുമല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ വലിയ കാര്യം അതിനകത്തേക്ക് കൂടുതലായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. നമ്മുടെ വീട്ടില് ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ബോട്ടിലൊക്കെ പെയിന്റ് ചെയ്യാനൊക്കെ അറിയുവാണെങ്കിൽ ബോട്ടിൽ പെയിന്റ് ചെയ്യാൻ, അഥവാ പെയിന്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബോട്ടിൽ നല്ല പോലെ വാഷ് ചെയ്തെടുക്കുക. അതിന്റെ ക്രിസ്റ്റൽ ആയിട്ട് ഇങ്ങനെ കാണുമല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കളർഫുൾ നമ്മുടെ ബിന്ദിയില്ലേ, പൊട്ട് അവിടെ ഒട്ടിച്ച് അങ്ങനെ ഭംഗിയാക്കാം. അതൊന്നും വലിയ കോസ്റ്റ് ആവില്ലല്ലോ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഫ്ലവർ വേസ് ഒക്കെ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫ്ലവർ വേസും ഉണ്ടാക്കുക ഫ്രം വേസ്റ്റ് മെറ്റീരിയൽസ്. അതുപോലെ തന്നെ 2 ബ്യൂട്ടിഫുൾ ഫ്ലവർ വേസസ് ആൻഡ് കളർ പേപ്പേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് ക്ലോത്ത് വെച്ചിട്ടോ എന്തെങ്കിലും രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. ഒരു ക്രാഫ്റ്റ് വർക്ക് അത്. ഫ്ലവർ മേക്കിംഗ്, ഫ്ലവർ വേസ്റ്റ് അങ്ങനെ 2 എണ്ണമാണോ മാം പറഞ്ഞത്? ക്ലിയർ ആയില്ല. Flower making, two types of flower making and 2 types or 2 colors or whatever it be, flower making and 2 beautiful flower vases. ഉണ്ടാക്കിട്ട് എപ്പോഴാ കാണിച്ചിരുന്നത്? എന്താണ് മീനെ? It's up to you. മീര മോളാണോ? അതെ. എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നാണോ അതോ ചെറിയ ബേബിയാണോ? അല്ലല്ല, അവള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി. സ്റ്റഡി ലീവാണ്. അപ്പോൾ എന്തോ ചോദിച്ചത്, അപ്പോ ഓണായി. ഓക്കെ. നെക്സ്റ്റ് നമ്മള് പണ്ടൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നു, ഇപ്പോഴില്ല അങ്ങനെ. ബർത്ത്ഡേ വരുമ്പോ നമ്മള് കാർഡൊക്കെ വാങ്ങിച്ചു കൊടുക്കും അല്ലെ. ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് പല മെസ്സേജസ് കാർഡ്. ബർത്ത്ഡേ കാർഡ്, ബർത്ത്ഡേ ഗ്രീറ്റിംഗ് കാർഡ്, ഒരു ബർത്ത്ഡേ കാർഡ് ആർക്കെങ്കിലും കൊടുക്കാവുന്ന രീതിയിൽ ഒരു ബർത്ത്ഡേ കാർഡ്. ചാർട്ട് പേപ്പർ ഒക്കെ മതിയാവും. യൂസ് ചെയ്യാമോ? അയ്യോ സോറി വേണം, സോറി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, കാരണം നമ്മൾ ഷോപ്പിൽ നോക്കുമ്പോൾ അവിടെ അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുള്ള മെസ്സേജ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കോട്ട് എഴുതാം, നിങ്ങൾക്ക് പടം വരയ്ക്കാം, എന്തെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ട് ഭംഗിയാക്കും, അങ്ങനെ ചെയ്യാം. 3 ഹാൻഡ് മെയ്ഡ് ബർത്ത്ഡേ കാർഡ്സ് ഉണ്ടാക്കണം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും നമുക്ക് സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന കുട്ടികളുടെ ബർത്ത്ഡേ ആണെന്ന് അറിയുമ്പോഴേക്കും
നമുക്ക് അവരുടെ ഡേറ്റാബേസ് ഉണ്ടാവും. അപ്പൊ അതിൽ അവരുടെ ബർത്ത്ഡേ ഉണ്ടാവില്ലേ, അപ്പം ബർത്ത്ഡേ കാർഡ് കൊടുക്കുക. പിന്നെ സ്കൂൾ ഓപ്പണിംഗ് സമയത്ത് കുട്ടികൾക്ക് വിഷ് ചെയ്യുന്ന രീതിയിൽ കാർഡ് കൊടുക്കും. അങ്ങനെ എന്ത് വേണം ചെയ്യും. ഇപ്പൊ 3 അട്രാക്റ്റീവ് ബർത്ത്ഡേ കാർഡ്സ്. ഓക്കെ, ഇത് പറയുമ്പോ തന്നെ നിങ്ങൾ അത് ചെയ്യുവാണെങ്കിൽ നല്ലതാട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് ബാച്ചിന് ഇതെല്ലാം ഞാനിങ്ങനെ ആദ്യം ഓരോന്ന് കൊടുത്തു പോയി. പക്ഷെ ഇവരെല്ലാം കുറെ പേരൊന്നും ചെയ്തില്ല. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെച്ച് ആകെ അവർ സ്പ്രെഡ് ചെയ്യും. നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഒന്ന് ചെയ്തു വെക്കാം. ഈ ക്രാഫ്റ്റ് അസൈൻമെന്റ് അല്ലേ ഇത് അസൈൻമെന്റ് അല്ല, ഇത് ആക്ടിവിറ്റിയാ. ആ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ക്ലാസ്സിൽ കാണിക്കാം. സബ്മിഷൻ ഒന്നുമില്ല, ആക്ടിവിറ്റിക്ക് സബ്മിഷൻ ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വൈവ സെഷന് നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ അടുത്തുണ്ടാവണം. യു ഹാവ് ടു കീപ് ഓൾ ദ തിങ്സ് എസൈഡ്. അടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ചോദിക്കുവാണ് ചെയ്ത ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിരിക്കുമല്ലേ, നമ്മൾ തന്നെ ചെയ്തതല്ലേ, നമുക്ക് ഒരു കൺഫ്യൂഷനോ ടെൻഷനോ ഇല്ല, അത് കാണിക്കാലോ. പിന്നെ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ബർത്ത്ഡേ കാർഡ് കൊടുക്കാം. അത് മാത്രമല്ല, കുട്ടികളെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കാം കാർഡ് ഉണ്ടാക്കുന്നത്. അവർക്കും സന്തോഷമായിരിക്കും. അവർ വീട്ടിലാരുടെയെങ്കിലും ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴേക്കും അവര് തന്നെത്താനെ കാർഡ് ഉണ്ടാക്കും. സോ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് അവരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ഫ്രീഡം കിട്ടുന്ന സ്കൂളാണെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. അതുകൊണ്ട് ഇപ്പോഴേ മാം ഒരു കാര്യം ഉണ്ടായിരുന്നു മാം. ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, മോണ്ടിസറി ട്രെയിനിങ്ങിന്. അപ്പോൾ ഞാൻ അവിടെ 3 month ട്രെയിനിങ് കഴിഞ്ഞ സമയത്ത് തന്നെ 20 കാർഡ്സ്, അതായത് 2 സ്റ്റാഫായിരിക്കും ഒരു ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ 20 ബർത്ത്ഡേ കാർഡ്സ് വെച്ച് നമ്മൾ ഉണ്ടാക്കണം. ടോട്ടൽ 40 സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കാണിച്ചാലേ ബാക്കി അത് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ആദ്യം തന്നെ ചെയ്യിപ്പിക്കുമായിരുന്നു. ശരി, വെരി ഗുഡ്. അങ്ങനെ പോകാനുള്ള കാരണം എന്താ, ഇങ്ങനെ ട്രെയിനിങ് എടുക്കാൻ? മാം ട്രെയിനിങ് അല്ല, എനിക്ക് അവിടെ ടീച്ചിങ് സെലക്ഷൻ കിട്ടിയതാണ്. ഞാൻ ഇന്റർവ്യൂ എടുത്ത് അങ്ങനെ കയറിയപ്പോൾ അവിടെ മോണ്ടിസറി സെക്ഷനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് 3 month എനിക്ക് ട്രെയിനിങ് ആയിരുന്നു. അതിന് ശേഷമാണ് വർക്ക് ക്ലാസ്സിലേക്ക് വിടുക. തുടങ്ങിയോ, ക്ലാസ് തുടങ്ങിയോ? ഇല്ല മാം, ഞാൻ പ്രഗ്നൻസിയോടെ റിലീവ് ആവുകയായിരുന്നു ചെയ്ത്. ഇനി എന്തായാലും ആ സ്കൂളിലേക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഇനി സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. എങ്കിലും ഞാൻ അവിടെ പോയില്ല. കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈം പോലും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര എന്താ പറയുക, വലിയൊരു സ്കൂളായിരുന്നു, ഹൈലി ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. അപ്പോൾ വല്ലാതെ മെലിഞ്ഞു ഉണങ്ങി അങ്ങനെ ആയിപ്പോയി. ആ സമയത്താണ് ഞാൻ പ്രഗ്നന്റ്. ശരിക്കും പ്ലാൻ ചെയ്ത ഒരു പ്രഗ്നൻസി ആയിരുന്നു ആ സമയം. അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആയി വരണം എന്നുള്ളത് കാരണം. ഇനി പോവുകയാണെങ്കിൽ തന്നെ ഒരു ചെറിയ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യുള്ളൂ, എനിക്ക് ചെറിയ സാലറി മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാനിപ്പോ കോഴ്സും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു മൃദുലയ്ക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം കിട്ടും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ. നമുക്ക് പതുക്കെ ഇതുപോലെ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്തു. അവിടെ ഫോഴ്സ്ഫുള്ളി ജയിക്കുമായിരുന്നില്ലേ? മാം ഇല്ല മാം, കുട്ടികളുമായിട്ട് നല്ലതായിരുന്നു. ഇങ്ങനത്തെ വർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ അവിടെയുള്ള എന്താ പറയുക, നല്ലൊരു പൊളിറ്റിക്സ് വർക്കാകുന്ന ഒരു സ്കൂളായിരുന്നു അവിടെ. കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലാതെ ടീച്ചേഴ്സിനെ നമ്മൾ കംഫർട്ട് ചെയ്യേണ്ട ഒരു ഇത് വന്നപ്പോഴാണ് അവിടെ പറ്റാതായത്. അതെ അതെ. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയത് നന്നായി. നമ്മൾ ഒരിക്കലും ഓഡിയൻസിനെ പ്ലീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രക്തം അവരെന്താ ചാവും. ഓക്കെ, സോ അത്. പിന്നെ ഒറിഗാമി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ശ്രുതിക്കറിയോ? ശ്രുതിന്നാണ് എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ പഠിച്ചതൊക്കെ തമിഴ്നാടാണ്. ഓക്കെ. അവിടെ ആദ്യമേ അച്ഛനമ്മ കൊടുക്കുമ്പോ അവിടെയുള്ളവർ ആ പേര് പറഞ്ഞു. അവരത് പ്രൊണൗൺസ് ചെയ്യാൻ അങ്ങനെ അറിയില്ലായിരുന്നു. അവരത് അങ്ങനെ തന്നെ എഴുതി പോയി. പിന്നെ നമ്മൾ ആരും മാറ്റാൻ നിന്നില്ല. അങ്ങനെ എല്ലാവരുടെ സർട്ടിഫിക്കറ്റ്സ് മൊത്തം അതാണ്. പെട്ടെന്ന് കാണുമ്പോ നമ്മൾ ആ യു കാണില്ല, ശ്രുതി എന്നാന്ന് വിചാരിച്ചു. ഓക്കെ, ഒറിഗാമി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആസ്ക് ഇൻ ദ ക്ലാസ്. എന്ന് വെച്ചാൽ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ റെസിപ്രോക്കൽ ഹെൽപ്പ് എന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മളൊരാളെ സഹായിക്കുന്നു, തിരിച്ചവര് ഹെൽപ്പ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യുമെന്നല്ല. അതായത് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചു തരുന്നു, വേറൊരാൾ അയാൾക്ക് അറിയാവുന്ന ഒരു കാര്യം. ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യൽ ആണല്ലോ. അങ്ങനെ അറിയാം. ഫാബ്രിക് പെയിന്റിങ് അറിയാവുന്ന അറിയുന്നുണ്ടോ? അറിയാം മാം. ഞാൻ DLED കഴിഞ്ഞതാണ്. അപ്പോ അപ്പത്തെ കമ്മീഷന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട്.
ഒരു ദിവസം ക്ലാസ് ലീഡ് ചെയ്യാമോ? ഞാന് എന്റെ അതിന്റെ പ്രോപ്പർട്ടികളൊന്നുമില്ല. ഹൗസ് നമുക്ക് സമയമുണ്ട്. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുമല്ലേ, നമ്മുടെ ക്ലാസ് കുറച്ചങ്ങ് പോകുമ്പോഴേക്കും, അതായത് ഒരു 2 months ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പതുക്കെ ഫാബ്രിക് പെയിന്റിങ് ഓക്കെ. അന്ന് ചെയ്ത മെറ്റീരിയലുകളും എന്റെ കയ്യിലില്ല കേട്ടോ, ഞാൻ അതൊക്കെ ഒഴിവാക്കി. ആണോ? വേറെ ആർക്കെങ്കിലും അറിയാം? 2 months കഴിഞ്ഞിട്ടല്ലേ, അപ്പൊ നമുക്ക് നോക്കാം മാഡം. ഓക്കെ, പറഞ്ഞാ മതി കംഫർട്ടബിൾ ആവുമ്പോ. മൃദുല, പേപ്പർ ഫോൾഡിങ് ഒറിഗാമി. യെസ്, നമ്മൾ ഓരോരോ ആനിമൽസിന്റെ ഒക്കെ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, ഫിഷ്, അതുപോലെ ബേർഡ്, അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ, എയറോപ്ലെയിൻ. കുട്ടികൾക്ക് അതൊക്കെ ആയിരിക്കുമല്ലോ താല്പര്യം, ആ ഷേപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ? ആ രീതിയിൽ ചെയ്യാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങനെ നമുക്ക് ഒറിഗാമിയുടെ വർക്കും അതുപോലെ തന്നെ ഫാബ്രിക് പെയിന്റിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫ്ലവർ മേക്കിംഗ് 2 sets അല്ലെ, ഫ്ലവർ മേക്കിംഗ് 2 sets ഓഫ് ഫ്ലവർ വേസ്. പിന്നെ പറഞ്ഞ എന്തായിരുന്നു? ബർത്ത്ഡേ കാർഡ്. 3 3 അട്രാക്റ്റീവ് ഹാൻഡ് മെയ്ഡ് ബർത്ത്ഡേ കാർഡ്സ്. ഇതാണ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ്. നമ്മൾ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലെസൺ മൊഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 2 ആണ്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അത് എടുത്തില്ലല്ലോ? ഇല്ല മമ്മ, ഇല്ല. ഓക്കെ, അപ്പൊ യൂണിറ്റ് 2 ആണ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ എങ്ങനെ ഹെൽത്ത്, എങ്ങനെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, നമ്മളുടെ വെൽനസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഹെൽത്തും വെൽനസും ഒരേപോലെയൊക്കെ തോന്നും, ബട്ട് വെൽനസിന്റെ ഡിഫറെന്റ് ഏരിയ നമ്മൾ കണ്ടു അല്ലെ. ഇതെല്ലാം നമ്മളുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ സന്തോഷത്തെ, സമാധാനത്തെ, നമ്മുടെ വെൽഫെയറിനെ അഫക്ട് ചെയ്യുന്നുള്ളത് നമുക്ക് ആലോചിച്ചപ്പോ നമുക്ക് മനസ്സിലാവുക ശരിയാണല്ലോ എന്ന് മനസ്സിലാവുകയാണ്. ഇപ്പൊ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പൊ ബുദ്ധിമുട്ടുന്ന ചൂട്, അതായത് ക്ലൈമറ്റിന്റെ വെൽനസ്. അതിപ്പോ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിലുള്ളവർക്കും ഉണ്ട് കേട്ടോ അതിന്റെ വെൽനസ്. കാരണം ഈ ഭയങ്കരമായിട്ട് തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ ഈ സൺ വളരെ കുറവായിരിക്കും, സൺലൈറ്റ് കുറവായിരിക്കും. അവിടെ മൂടിക്കെട്ടി ഒരു ഓവർകാസ്റ്റിംഗ് സിറ്റുവേഷൻ ആയിരിക്കും, ഭയങ്കര ഇരുണ്ട ഒരു ഇതായിരിക്കും. നമുക്ക് ഒരു ദിവസം ഫുള്ള്, അതായത് രാത്രി മുഴുവൻ നമുക്ക് ഇരുട്ടാണ് നമുക്കറിയാം, ബട്ട് വി നോ ദാറ്റ് പകല് നല്ല സണ്ണി ഡേ ആയിരിക്കും, നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ട്. നമുക്കൊരു 2-3 ദിവസം ഈ പകൽ ഇങ്ങനെ ഇരുട്ടായിരുന്നാൽ നമുക്ക് എന്ത് തോന്നും? വാട്ട് വി വിൽ ഫീൽ? നമുക്ക് എന്താ തോന്നുന്നത്? ഇഷ്ടപ്പെടുമോ? ഫസ്റ്റ് ഡേ ഒക്കെ ഒരു ഓവർകാസ്റ്റിംഗ് കണ്ടീഷനെ കാണുമ്പോൾ ഹായ് എന്നൊക്കെ പറഞ്ഞു വിചാരിക്കും. 2 ദിവസം 3 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആകെ അസ്വസ്ഥതയായിരിക്കും അല്ലെ, അങ്ങനെ ഒരു ഇരുട്ട് കാണുമ്പോൾ. അതുപോലെ തന്നെയാണ് ഈ യൂറോപ്യൻ കൺട്രീസിൽ എവിടെയാണ് ഈ ഇങ്ങനെ സൺലൈറ്റ് കുറവായിരിക്കും, അവിടെ ഇങ്ങനെ എപ്പോഴും ഇരുട്ട്, ആ ഒരു ഇതാണ്. അപ്പൊ ആളുകൾക്ക് ഡിപ്രഷൻ വരുന്നത്, ചിലർ സൂയിസൈഡ് ചെയ്യുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ റിസർച്ച് എന്താ പറയുന്നത്, അവർക്ക് ആ ഒരു മെന്റൽ ഡിപ്രഷനിലേക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയി പോകുന്നു. ഇങ്ങനെ നമുക്ക് വെളിച്ചം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലെ, അത് ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കറണ്ട് പോകുമ്പോൾ, രാത്രി കറണ്ട് പോകുമ്പോൾ അനുഭവിക്കുന്ന പോലെ തന്നെ പകല് മുഴുവൻ ഇരുട്ട് പോലെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതുമാതിരി ഡിപ്രഷൻ പിടിച്ചു പോകും. സോ നമുക്ക് അതാണ് നമ്മൾ വെൽനസിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. ക്ലൈമറ്റിക് വെൽനസ്സിൽ ആളുകൾ ഇപ്പൊ റിസർച്ച് ചെയ്യാൻ കാരണം അതാണ്. മനുഷ്യന്റെ ഒരു പീസ് ആൻഡ് ഹാർമണി, ആ ഒരു ഹാപ്പിനെസ്സിനെ അഫക്റ്റ് ചെയ്യുന്നു ക്ലൈമറ്റ്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഇപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ശരീരത്തിന്റെ ഹെൽത്തും ആ ഹെൽത്തിലേക്ക് എത്താനുള്ള ഒരു റൂട്ടാണ് നമ്മൾ ഹൈജീൻ ആയിരിക്കുക എന്നുള്ളത്. നമ്മൾ ഹൈജീൻ ആവുക എന്നുള്ളത് നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ, വ്യക്തി ശുചിത്വം മാത്രമാണോ? ഞാൻ മാത്രം ഹൈജീൻ ആയിരുന്നാൽ മതി, വേറെ ഒന്നൊക്കെ വൃത്തിയാണോ ഞാൻ നോക്കണ്ടെന്നാണോ ഹൈജീൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഡൊമസ്റ്റിക് ഹൈജീനും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, നമ്മുടെ സറൗണ്ടിങ്സ്. ഈവൻ ദോ നമ്മുടെ വീട്ടിൽ പെറ്റ് ഉണ്ടെങ്കിൽ അതിനെ വരെ നമ്മൾ നല്ല ക്ലീൻ ആക്കി ഇടണം, അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരും. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് കിട്ടിയോ?
കിട്ടിയില്ല. ഇല്ല മാം, കിട്ടിയില്ല. ആണോ? ഓക്കെ. അതിങ്ങനെ പ്രോസസ്സിങ്ങിലായിരിക്കാം, അധികം ഡിലേ ആവില്ല. ഞാൻ അന്വേഷിച്ച് നോക്കാം കേട്ടോ നാളെ ഓഫീസിൽ പോകുമ്പോൾ. ഓക്കെ. അപ്പൊ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു നെസസറി കണ്ടീഷൻ ആണ്. ഓക്കെ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമുക്ക് ആ ഒരു ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ഉണ്ട്. ആരാ ഒന്ന് വായിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത്? ഞാൻ വായിക്കാം മാഡം. Okay. Health and hygiene. Health is a necessary condition for the development of the child. All types of development of a child, physical, social, cognitive ആണോ അത്? Cognitive, affective, psychomotor, language, etc. are affected by his health. Aristotle's maximum, sound mind in a sound body, is a completely accepted idea. Next paragraph. Health can be defined as 1 or 2 sentences. According to experts, health is not in which an individual is free from any disease. Here comes the role of health education. Health nothing but another name of hygiene. The word hygienic has been derived from the Greek word name of Greek goddess of healing, and it means a health. The knowledge on health and hygiene, children to achieve and maintain good health and hygiene habits by themselves as well as the society. ഹെൽത്ത് എന്ന് പറയുന്ന ഒരു നെസസറി കണ്ടീഷൻ ആണല്ലേ ഡെവലപ്മെന്റ്. നല്ല ഹെൽത്ത് അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ട് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്, പിന്നെന്താണ് വേറൊരു ചാപ്റ്ററിലും ഡിസീസ് വരുന്നുണ്ടല്ലോ, ഇപ്പൊ മിസ്ഡ് ഹെൽത്ത് കെയർ അല്ലെ. അപ്പൊ അവിടെയെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അസുഖങ്ങളും അതിന്റെ ലക്ഷണങ്ങളും സിംറ്റംസും, അത് വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ, പ്രിക്വേഷൻസ്, അതിന് വേണ്ടുന്ന ക്യൂറേറ്റീവ് മെഷേഴ്സ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ ഹൈജീൻ ഒരു റൂട്ട് തന്നെയാണ് ഹെൽത്തിലേക്ക് എത്താനുള്ളത്. ഒരു കുട്ടിയെ നമ്മൾ നോക്കുവാണെങ്കിൽ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമിലർലി ഹൈജീനും. ഏതെല്ലാം രീതിയിൽ ഒരു കുട്ടികൾക്ക് വളർച്ച മീൻസ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്? ഏതൊക്കെ ഏരിയയിലാണ് ഡെവലപ്മെന്റ്? ശരീരം മാത്രമാണോ ഡെവലപ്പ് ചെയ്യുന്നത്? അതായത് മെന്റൽ ഡെവലപ്മെന്റ്, മാനസിക വളർച്ചയും നടക്കുന്നുണ്ട് അല്ലെ, മെന്റലി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റ്. എന്താ ഈ സോഷ്യൽ ഡെവലപ്മെന്റ്? നമ്മുടെ സർക്കിൾ എന്താ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും കുട്ടികളുടെ വളർന്നു വരുന്ന രീതിയും. യെസ്. അതായത് കുട്ടി ഇപ്പം ജനിച്ച ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങളുടെ ചില വാശി, ചിലപ്പോ കെയർ ഗിവർ, അതായത് അമ്മയോട് ഇങ്ങനെ ഒട്ടിയിരിക്കും. പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അയാൾ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരയും അല്ലെ. അങ്ങനത്തെ ഭയങ്കര ഒരു ആങ്സൈറ്റി പ്രോബ്ലംസ് ഒക്കെ കുട്ടികളിൽ ചെറുപ്പത്തിലുണ്ടാവും. കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും ആളുകളെ കാണുമ്പോൾ ചിരിക്കാനും അങ്ങനെ സെയിം ഏജിലുള്ള കുട്ടികളുമായിട്ട് കളിക്കാനും ഒക്കെ തുടങ്ങും. അങ്ങനെ പിന്നെ സ്ഥിരമായി ഒരാളെ കാണുമ്പോൾ അവരെ കാണുമ്പോൾ പിന്നെ ഭയങ്കര ഹാപ്പിനെസ്, അവരുടെ അടുത്തേക്ക് പോകാനും ചിരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങും. 3 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ അവരെ പ്രീ സ്കൂളിലോ അംഗൻവാടികളിലോ ഒക്കെ വിടാനൊക്കെ തുടങ്ങും. അവിടെയുള്ള ഗ്രൂപ്പുമായിട്ട് അവർ മേർജ് ആവാൻ തുടങ്ങും. ദാറ്റ് മീൻസ് അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ് നടക്കുവാണ്. ദേ ആർ സോഷ്യലൈസിങ് അല്ലെ, ആളുകളുമായിട്ട് മിങ്കിൾ ആവുക. സോ സോഷ്യൽ ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവരുടെ ഇന്റലക്ച്വൽ ബുദ്ധി, അതെല്ലാം. പിന്നെ അതുപോലെ തന്നെ മൂവ്മെന്റ് ഓറിയന്റഡ്, അതാണ് സൈക്കോമോട്ടർ. അവരുടെ മെന്റൽ എബിലിറ്റിയും മോട്ടർ എബിലിറ്റിയും കൂടുവാണ്. അതായത് നമുക്കൊക്കെ ശരിക്കും ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. അതാണ് ഈ സൈക്കോമോട്ടർ എന്ന് പറയുന്നത്. ആ മെന്റൽ ഡെവലപ്മെന്റും മോട്ടർ ഡെവലപ്മെന്റും കൂടെ കണക്റ്റഡ് ആവും. മൂവ്മെന്റ് ഓറിയന്റഡ്. അപ്പൊ എന്താ പറയാ, എന്തെങ്കിലും സാധനം പെട്ടെന്ന് നമ്മളുടെ നേരേക്ക് എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറുമല്ലോ, ഒരു റിഫ്ലെക്സ് ആക്ഷൻ. അതൊക്കെ നമ്മുടെ സൈക്കോമോട്ടർ ആണ്. നമ്മൾക്ക് സിഗ്നൽ കിട്ടുക, മാറിക്കോ എന്നുള്ളൊരു സിഗ്നൽ കിട്ടുകയാണ്. അപ്പൊ ആദ്യമായിട്ട് തീ കാണുമ്പോൾ അറിയില്ല കുഞ്ഞിന്, പക്ഷെ അത് ചൂടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഹി നോസ് ദാറ്റ് അത് ചൂടാണ്, അത് കൈകൊള്ളും. അപ്പൊ അങ്ങനെ ഒരു ഇത് വരും. അപ്പൊ അതൊക്കെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ ഒക്കെ കിട്ടും. അപ്പൊ അവിടെ മെന്റൽ ഡെവലപ്മെന്റും ഫിസിക്കൽ ഡെവലപ്മെന്റും ഒരുപോലെ വരികയാണ്.
അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നതാണ് ലാംഗ്വേജും ഡെവലപ്പ് ചെയ്യുന്നു, ശരീരം, മനസ്സ് സോഷ്യലൈസ് ചെയ്യുന്നു, ബുദ്ധി വളരുന്നു, പിന്നെ മൂവ്മെന്റ് റിലേറ്റഡ് അതൊക്കെ മൂവ്മെന്റും എല്ലാം മാറുന്നു, ലാംഗ്വേജും കുട്ടി സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷൻ അത് ശരിയാകുന്നു. ഇതെല്ലാം അങ്ങനെ പല ഏരിയയിലുള്ള ഡെവലപ്മെന്റ് ആണ് കുഞ്ഞിന് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ സമയത്ത് ഭക്ഷണം, കുട്ടി കഴിക്കുന്ന ഭക്ഷണം, കുട്ടി വളരുന്ന സാഹചര്യങ്ങൾ എല്ലാം കുട്ടിയുടെ ഡെവലപ്മെന്റിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി അരിസ്റ്റോട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവുമല്ലോ എവിടെയെങ്കിലും. അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ്. അദ്ദേഹം ഒരു പോളിമാത്ത് ആണ്. പോളിമാത്ത് എന്ന് പറഞ്ഞാൽ പല പല ഏരിയയില് നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു മാക്സിം, നമ്മൾ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയണ പോലെ അദ്ദേഹം പറഞ്ഞ ഒരു മാക്സിം ആണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ്, അല്ലെ? ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ, ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തിലേ ഉണ്ടാവുള്ളൂ. ഇത് രണ്ടും കണക്റ്റഡ് ആണ്, കോൺജുഗേറ്റ്, അതായത് രണ്ടും കണക്റ്റഡ് ആണ്. മനസ്സും ശരീരവും ഒരുപോലെ ആരോഗ്യം ഉണ്ടായിരിക്കണം. സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. അദ്ദേഹം പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ആണ് ഇത്, സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹെൽത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2-3 സെന്റൻസുകളിലൊക്കെ ചിലപ്പോൾ പലർക്കും പലൊരു അഭിപ്രായം പറയാനുണ്ടാവും. പക്ഷെ എന്നാലും ഓവറോൾ നമ്മൾ എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ എടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് തന്നെ ചെന്നെത്തുമായിരിക്കും, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ? ആക്ടിവിറ്റി ഓർ അസൈൻമെന്റ് വാട്ട് എവർ ഇറ്റ് ബി. 10 പേരെ മീറ്റ് ചെയ്യുക. ഡിഫറെന്റ് ലൈഫ് സ്റ്റൈലിലുള്ളവരാണെന്ന് തോന്നുന്ന 10 പേരാണെങ്കിൽ നമുക്ക് നല്ല രസമായിരിക്കും. ഇപ്പൊ ജങ്ക് ഫുഡ് ഒക്കെ കഴിക്കുന്ന ഒരു യൂത്ത്, നല്ലപോലെ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ഒരു 60+ ആയിട്ടുള്ള ഒരാള്, നല്ലപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ജിമ്മിലൊക്കെ പോകുന്ന ഒരു യുവാവ്, ഒരു 25-26 ഒരാള്, പിന്നെ ഒരു മദർ, വീട്ടിലെ ജോലി എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മദർ, ഒരു വർക്കിംഗ്, അങ്ങനെ എല്ലാം അങ്ങനെ പല പല ഫീൽഡിലുള്ള ഒരു 10 പേരെ നിങ്ങൾ കണ്ടുപിടിക്കും. 10 പേരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക ഹെൽത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. ഈ 10 പേരും പറയുന്ന അവരുടെ ഒപ്പീനിയൻസ് ഉണ്ടാവുമല്ലോ ഹെൽത്തിനെ കുറിച്ച്, അത് നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്തതിന് ശേഷം അത് ഫുൾ നമ്മൾ ഇരുന്ന് വായിക്കുക. വായിച്ചിട്ട് അതിൽ നിന്ന് ഒരു ഡെഫിനേഷൻ ഹെൽത്തിനുണ്ടാകും. ക്ലിയർ ആയോ? ഫസ്റ്റ് യു ഹാവ് ടു മീറ്റ് 10 ഇൻഡിവിജ്വൽസ്. ഡിഫറെന്റ് ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന 10 പേരാണെങ്കിൽ നല്ല രസമായിരിക്കും. 10 പേരുടെ ഒപ്പീനിയൻസ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അവരോട് ഹെൽത്ത് എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും. അത് കംപ്ലീറ്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് അതിൽ നിന്നും നമ്മൾ ഒരു പാരഗ്രാഫ് എഴുതുക ഹെൽത്തിന്റെ ഡെഫിനിഷൻ ആയിട്ട്. ക്ലിയർ? യെസ്. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ചെയ്യുന്നത് അവരോട് തന്നെ ചോദിക്കും. ഹെൽത്ത് എന്നുള്ളതിന് ഒരു ഡെഫിനേഷനൊക്കെ അവർ പറഞ്ഞു, ചിലർ പറയണത് ചിലപ്പോൾ പ്രവർത്തിക്കണം എന്നില്ലല്ലോ. അപ്പം അവരോട് ചോദിക്കാം ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നു എന്ന് ചോദിക്കും. അതും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത എന്താ പറയാ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം എന്തൊക്കെ സ്റ്റെപ്സ് വേണം ഹെൽത്തി ആയിരിക്കാൻ. ഞാൻ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് തരാട്ടോ, നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അസൈൻമെന്റ് ആയിട്ട് ചെയ്യണം. എന്താ വേണ്ട? അസൈൻമെന്റ് വേണം, ആക്ടിവിറ്റി വേണം. അസൈൻമെന്റ് ആകുമ്പോൾ സബ്മിറ്റ് ചെയ്യണം, ആക്ടിവിറ്റി ആകുമ്പോൾ എഴുതി കയ്യിൽ വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും, അതാകുമ്പോൾ സബ്മിഷൻ ഇല്ല കേട്ടോ. പക്ഷെ ഇത് എല്ലാം ചെയ്യണം, കാരണം അറ്റ് ടൈം ഓഫ് വൈവ ഞാൻ ചോദിക്കും ഇംഗ്ലീഷ് വേണോ അതോ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. ചിലര് പറയും ഹെൽത്തി ആയിരിക്കാൻ ഞാൻ ഡെയിലി 30 minutes വാക്കിങ്ങിന് പോകും മോർണിംഗ് ആൻഡ് ഈവനിങ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് അങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാം. വിൽ ഗോ ഫോർ എ വാക്ക്, വിൽ ഹാവ് ടു ഗോ ഫോർ എ വാക്ക് ഫോർ 30 minutes ഓർ മോർന്നോ, അങ്ങനെയുള്ള രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. 1, 2, 3 ഇട്ടിട്ടോ ബുള്ളറ്റ് പോയിന്റ്സ് പോലെ എന്തെങ്കിലും സ്റ്റാർ ഒക്കെ ഇട്ടിട്ടോ അങ്ങനെയൊക്കെ പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഈ രണ്ടാമത് പറഞ്ഞത് എടുക്കുന്ന സ്റ്റെപ്സ് മോസ്റ്റ് പ്രോബബ്ലി ഈ പറയുന്ന 10 പേരും കോമൺ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമായിരിക്കും. ഇതാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്ന ആക്ടിവിറ്റി. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞൊരു നമ്മൾ പുറത്തിറങ്ങി ഒരു സർവേ ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടല്ലേ. ഒരു 10 പേരെ മീറ്റ് ചെയ്ത് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് അത് പറ്റാത്തവര് ഫോൺ ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഇത് നമ്മള്
ഓരോ പേഴ്സണടുത്ത് നമ്മൾ പോയിട്ട് ചോദിക്കുമ്പോ അവര് പറയുന്ന ആൻസർ ആണോ നമ്മൾ ഇതില് കണ്ടന്റ് വരുന്നത്, അതോ നമ്മള് ഒരു ഇത് ഉണ്ടാക്കിയിട്ട് ഒരു എഴുതുകയാണോ ചെയ്യേണ്ടത്? എന്താ അവര് പറഞ്ഞതിനെ ബേസ് ചെയ്ത് തന്നെ എഴുതണം. അവര് പറഞ്ഞ ബേസ് ചെയ്തിട്ട് നമ്മള് ഹെൽത്തിന്റെ ഡെഫിനിഷൻ എഴുതണം. അതുപോലെ ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സും ഈ 10 പേര് പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് എഴുതണം. ഈ 10 പേരിൽ ഒരാൾ നിങ്ങളായാലും കുഴപ്പമില്ലല്ലോ. You can ask yourself. Okay. മാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാം? മാം നമ്മൾ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു മിസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാർട്ട് പേപ്പർ ഒക്കെ ആകുമ്പോൾ മിസ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ബുക്കിലാണ് ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടീച്ചേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് ബുക്കാണോ, അല്ലെങ്കിൽ ഓരോ സബ്ജക്ട്സിന് മോഡ്യൂൾസിന് വേണ്ടിയിട്ടാണോ, അല്ല എല്ലാം ഒരു ബുക്കിൽ എഴുതിയിട്ട് ആക്ടിവിറ്റി ബുക്കിൽ എഴുതിയാൽ മതിയോ? നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സിന് വേണ്ടി ഓരോ ബുക്ക് എന്നുള്ളത് എനിക്ക് അതൊരു പ്രശ്നമില്ല. എല്ലാം കൂടെ ഒന്നിലായാലും പ്രോബ്ലം ഇല്ല. ഓരോ യൂണിറ്റിനും ഓരോ ബുക്ക് വേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിന് ഓരോ ബുക്ക് വേണ്ട. ചിലപ്പോൾ ചില സബ്ജക്റ്റിന് ഒരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ ആ ബുക്ക് അങ്ങനെ ഇരിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഓർഡറിൽ എഴുതുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഡേറ്റ് ഇട്ട് എഴുതാം. ഇനി ഏത് ടീച്ചറാണ് തരുന്നതെന്നുള്ളത് ആ ഡേറ്റിന്റെ നേരെ ആ ടീച്ചറുടെ പേര് എഴുതൂ, ഏത് യൂണിറ്റ് റിലേറ്റഡ് ആണെന്ന് അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. നമ്മൾക്കൊരു ഇൻഡെക്സ് പേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ ഫ്രണ്ടില് ഒരു ഇൻഡെക്സ് പേജ് കണ്ടന്റ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെ ഇതുപോലെ തന്നെ സീരിയൽ നമ്പർ ഇട്ടിട്ട് ആക്ടിവിറ്റിയുടെ പേര്, ആ ഏത് പേജ് നമ്പർ ഇടുവാണെങ്കിൽ ഏത് പേജ്, ഏത് ഡേറ്റ്, ഏത് ടീച്ചറിന്റെ ആണെന്നും കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറിച്ച് നോക്കാൻ എളുപ്പമായിരിക്കും. ഒരു ബുക്ക് മാർക്കും കൂടെ ഇടയ്ക്ക് വെച്ചാൽ മതി. അപ്പൊ ഒരു വലിയ ബുക്കില് എല്ലാം ചെയ്യണതല്ലേ മാം കുറച്ചും കൂടി നല്ലത്? ആണ് നല്ലത്. പിന്നെ മറ്റുള്ള ടീച്ചർമാർക്ക് അവരുടെ വേറെ സെപ്പറേറ്റ് വേണമെന്ന് കൺസേൺ ഉണ്ടോന്നൊന്ന് അന്വേഷിക്കാൻ എനിക്ക് പ്രശ്നമില്ല. ഓക്കെ മാം, താങ്ക് യു മാം. ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ താങ്ക് യു. ഡയറി ഇതുപോലെയുള്ളതിൽ എഴുതാം. ചാർട്ട് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ചളിങ്ങിയൊക്കെ പോകും, അതിന്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും. പിന്നെ ലൂസ് പേപ്പറിൽ എഴുതി ഫയൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെക്യൂർ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ കാറ്റത്തൊക്കെ പറഞ്ഞ് മേശയുടെ അടിയിലേക്കൊക്കെ പറന്നൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല പേപ്പർ മിസ്സാവുന്നതേ. അതുകൊണ്ടാണ് ബുക്കാണ് ഏറ്റവും നല്ലത്. നല്ലപോലെ കവർ ചെയ്തൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കുറച്ച് ഒരു നോർമൽ കോളേജ് നോട്ട്ബുക്ക് വാങ്ങിച്ചാലും മതി. ഓക്കെ ചെയ്യാം. 40 റുപ്പീസോ അത്രയും കണ്ട് വരുമെന്ന് തോന്നുന്നു അല്ലേ ഒരു നോട്ട്ബുക്കിന്? ക്ലാസ്മേറ്റ്സിന്റെ വലിയ നോട്ട് ഉണ്ടല്ലോ. 40 രൂപ എന്തോ ആണ് തോന്നുന്നു. ഓക്കെ മാം, താങ്ക് യു. ഒരു 1 മന്ത് കൂടെ കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. റെക്കോർഡ്സിന്റെ കാര്യം അപ്പൊ പിന്നീട് പറയാം കേട്ടോ. ഇപ്പൊ ഇതിങ്ങനെ തുടങ്ങി വരുമ്പോഴേക്കും റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇത് ആണ് 2 എണ്ണം. അത് ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഓക്കെ. ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മള് അസുഖങ്ങളിൽ നിന്നും ഫ്രീ എന്നുള്ള ആ ഒരു ഇത് മാത്രമല്ല, അവിടെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ റോള് വരുന്നത്. ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയുള്ള അവയർനെസ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഈ കിട്ടുന്ന അവയർനെസ് ഇപ്പൊ ഞാൻ ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റി ഒരു ക്ലാസ് കേട്ടു, ഞാൻ ഈ ചെവി കൂടെ കേട്ടു, ഈ ചെവി കൂടെ വിട്ടു. അങ്ങനെ ആയാൽ അതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ലല്ലോ. സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ അവയർനെസ് മാത്രമല്ല, അത് നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മുടെ ലൈഫിലേക്ക്. നമുക്ക് കിട്ടിയ ആ നോളജ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവൂ അല്ലേ? ചുമ്മാ കുറെ ക്ലാസ് ഹെൽത്തിന്റെ അവയർനെസിന്റെ കുറെ ക്ലാസ് കേട്ടു കണ്ടു, നമ്മുടെ ഹെൽത്തിൽ കാര്യമായ മാറ്റം വരുത്താൻ പോകുന്നില്ല. ബട്ട് നമ്മളത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. സോ അതാണ് ശരിക്കും ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്തും ഹൈജീനും കണക്റ്റഡ് തന്നെയാണ്. ഹെൽത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് ഹൈജീൻ, ഒരു റൂട്ട്, ഒരു പാത എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അപ്പൊ നമ്മളുടെ എയിം എന്താ? ഹെൽത്തി ആയിരിക്കുക, ഹെൽത്തിലേക്ക് എത്തുക, നല്ല ഹെൽത്ത് ആയിരിക്കുക. അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മാർഗം ഏതാണ്? ലക്ഷ്യം എന്ന് പറയുന്നത് ഹെൽത്താണ്, മാർഗമോ ഹൈജീൻ. അതാണ് ഹെൽത്തും ഹൈജീനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ. നമ്മുടെ എയിം, നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത്. ആ ഗോളിലേക്ക് എത്തണമെങ്കിൽ വി ഹാവ് ടു ബി ഹൈജീൻ. കൊള്ളാനോ? വാവ എണീറ്റേ ഉള്ളോ? സാബറ വീഡിയോ ഓണാണേ. എന്റെ കൈ തട്ടിയതാട്ടാ. കുഴപ്പമില്ല, എനിക്ക് കുഞ്ഞ് എണീറ്റേ ഉള്ളൂ, കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പോവാൻ തോന്നി, അതാ ഞാൻ അവനെ കുളിപ്പിച്ചു വന്നപ്പോഴത്തേനും 12:30 ആയി. അപ്പൊ കറക്റ്റ് ക്ലാസ്സിൽ കയറി ഇരുന്നതാ. അറിയണ്ടല്ലോ വിശക്കും.
ഓക്കെ ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഹെൽത്തും ഹൈജീനും തമ്മിലുള്ള കണക്ഷൻ. ഇതാണ് ഈ ഒരു ഒറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി. എയിം ഹെൽത്ത് ആണ്, റൂട്ട് ഹൈജീൻ ആണ്. ഹൈജീൻ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നും വന്നതാണ്. ഒരു ഗ്രീക്ക് ഗോഡസ്, ഹീലിംഗ് മീനിങ് വരുന്നത് ഗ്രീക്ക് ഗോഡസിന്റെ പേരിൽ നിന്നാണ് ഹൈജീൻ എന്നുള്ള വാക്കുകൾ. പലപ്പോഴും ലാറ്റിൻ ഗ്രീക്ക് വേർഡ്സിൽ നിന്നാണ് പലതും ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്, ഫ്രഞ്ചിനൊക്കെ. നമ്മളിവിടെ കുട്ടികളെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. കുട്ടികളിലേക്ക്, അതായത് അവരുടെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ചെറുപ്പം തുടങ്ങിയ അവരെ പല ഹെൽത്തി ഹാബിറ്റ്സും ശീലിപ്പിക്കുവാണെങ്കിൽ അവർ വലുതാകുന്നവരെയും അത് അവർ ഫോളോ ചെയ്യും. നെയിൽ ബൈറ്റ് ചെയ്യരുത്, നെയിൽ ട്രിം ചെയ്യണം, മുടി കോംപ് ചെയ്ത് വെക്കണം, അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറില്ലേ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ സൈൻ ഇൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടി ഒരു കുഞ്ഞുങ്ങളോട് ഓരോന്ന് പറഞ്ഞു കൊടുക്കണതിന്റെ ആയിട്ടൊരു ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാര്യം നല്ല ഭംഗിയായിട്ട് ആള് ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ മെത്തേഡ് അതല്ല. അവരുടെ അടുത്ത് സ്ട്രിക്റ്റ് റൂൾസ് അല്ല നമ്മൾ ശരിക്കും പറയുന്നത്. നമ്മൾ ചില സ്ഥലത്ത് സ്ട്രിക്റ്റ് സ്നേഹത്തോടുള്ള ശാസന എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ സയന്റിഫിക് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഷോ ദം. നമ്മളവരെ കാണിച്ചു കൊടുക്കണം. ഹാൻഡ് വാഷ് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ഫോളോസ്. ബ്രഷിങ് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മളെ ഫോളോ ചെയ്യും. അതൊരു എന്താ പറയുക, ഒരു ഋതമായിട്ടൊക്കെ ബ്രഷൊക്കെ ചെയ്യുന്ന ടോപ്പ് ആൻഡ് ബോട്ടം ആ ഒരു രീതിയിൽ അതൊക്കെ ഒരു ഋതമായിട്ടൊക്കെ പറഞ്ഞു. അല്ലാതെ നമ്മൾ അവരുടെ വായിൽ ബ്രഷ് കുത്തി വെച്ച് അവരെ എന്ത് പെയിൻ എടുക്കും കുഞ്ഞുങ്ങൾക്ക്, പാവം. അപ്പൊ അതുകൊണ്ട് വി ഹാവ് ടു ഷോ ദം. അല്ലാതെ നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്നെ ആരും ഇഷ്ടപ്പെടില്ല ആ ഒരു രീതിയിലുള്ള ഒരിക്കലും കമന്റ്സ് ഒന്നും പറയരുത്. ദേ വിൽ ഫീൽ ഗിൽറ്റി. അവരൊക്കെ ചെറുപ്പത്തിലേ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ പോകും. സോ നമ്മൾ കാണുമ്പോൾ അവരത് ഫോളോ ചെയ്ത് അവരത് ശീലമായിക്കോളും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള നോളജ്, ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള നോളജ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അവർക്ക് മാക്സിമം അവരുടെ ഹെൽത്തും ഹൈജീനും നല്ലൊരു ലെവലിലേക്ക് പോകും. അത് അപ്പൊ ഒരു കുട്ടി, ഒരു വീട്ടിൽ നിന്നിപ്പോ ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി അവർക്ക് ഈ ഒരു അവയർനെസ് കിട്ടി, അവരത് ഫോളോ ചെയ്യുന്നു. ദാറ്റ് മീൻസ് അങ്ങനെ കുറെ വീടുകളിലെ കുട്ടികളും അങ്ങനെ ഒരു സൊസൈറ്റി തന്നെ ഹെൽത്തി ആയിട്ട് മാറും. പറയാനാണോ? വീഡിയോ ഓണാണേ, ഓഡിയോ ഓണാണേ, മ്യൂട്ട് ചെയ്യാമോ? കേൾക്കുന്നില്ല. ഓക്കെ, സോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏതെല്ലാം രീതിയിൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാം, കുട്ടികളിലേക്ക് എങ്ങനെ കൊടുക്കാം? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? എങ്ങനെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ്, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം? പിക്ചർ കാണിച്ചു കൊടുക്കാം, വീഡിയോ കാണിച്ചു കൊടുക്കാം, പിക്ചർ കാണിച്ചു കൊടുക്കാം, വീഡിയോസ് കാണിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ വിഷ്വലൈസേഷൻ വളരെയധികം ഇമ്പാക്ട് ഉണ്ടാക്കും കുട്ടികളിൽ. ചുമ്മാ ലെക്ചർ ക്ലാസ് എടുക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് എന്താന്നുള്ളതാണ്. അപ്പൊ പോയിന്റ്സ് ആയിട്ട് 6 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് റീഡ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റീഡ് ചെയ്തു. മയൂഖ ഓഡിയോ ഓൺ ആണ്, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഞാൻ വായിക്കാം മാഡം. നീതു. പ്ലീസ്. Scope of health education. Health education includes the following subjects: knowledge about food items and their input of the proper growth and development of the human body, assurance of pure and clean water, fresh air, proper rest, physical exercise, recreation, sleep. Bad habits like smoking, drinking, and taking drugs and their evil effect on health build and mental damage caused to the individual as well as the society. Cause of various illness and means of their prevention. Mental health, domestic hygiene, community hygiene, sex hygiene, etc. The importance of the first aid in necessity. The knowledge acquired by health education can be applied in school life, personal community life. ഓക്കെ, സോ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ സ്കോപ്പ് ആണ് പറഞ്ഞത്. എന്താണ് ഇതിന്റെ സ്കോപ്പ്? എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം? അതായത് നമുക്ക് എന്തായാലും ഹ്യൂമൻ ബോഡിയുടെ വളർച്ചയും ഉണ്ട്, ഡെവലപ്മെന്റും ഉണ്ട്. ഡെവലപ്മെന്റ് ഏരിയാസ് നമ്മൾ പറഞ്ഞു. അപ്പൊ അത്
പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ ഹെൽത്ത് വേണം. സോ അതുകൊണ്ട് നോളജ് അബൌട്ട് എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാം, അത് കഴിക്കുന്നതുകൊണ്ട്, അതായത് നമ്മൾ ഫുഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, നിങ്ങൾ ഫുഡ് ന്യൂട്രീഷനിൽ പഠിച്ചിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് ഫുഡ്, എനർജി ഗിവിങ് ഫുഡ്, അതുപോലെ തന്നെ ബോഡി ബിൽഡിംഗ് ഫുഡ്. അങ്ങനെ പല രീതിയിലും നമ്മൾക്ക് വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ഫാറ്റ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം. ഇതെല്ലാം ഏതൊക്കെ അളവില്, അങ്ങനെ പല രീതിയിലും. എന്തെങ്കിലും ഒരു ഇൽനെസ്, എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ എടുക്കുന്ന സമയത്ത് ആ ഒരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ പറഞ്ഞു തരും ഏത് രീതിയിൽ ഭക്ഷണം കഴിക്കണം, ഈവൻ അതിന്റെ ക്വാണ്ടിറ്റി, അങ്ങനെ കാര്യങ്ങൾ. ഇപ്പൊ ഷുഗർ പേഷ്യൻസ്, ഷുഗർ ഒരു അസുഖം അല്ല, അതൊരു അവസ്ഥയാണല്ലോ, ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണല്ലോ ഷുഗർ എന്ന് പറയുന്നത്, ഡയബറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെ ഫുഡ് എടുക്കണം, എങ്ങനെയായിരിക്കണം അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ നോർമൽ ആയതിൽ നിന്നും മാറുകയാണ്. അപ്പൊ അങ്ങനെയുള്ള നോളജ് അവർക്കുണ്ട്, അവർ എങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതെല്ലാം അവർക്കറിയാം. അപ്പൊ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഏത് കഴിക്കണം, അപ്പൊ കുട്ടികൾക്കെല്ലാം ആ ഒരു അവയർനെസ് ചെയ്യുവാണ്. പ്രോപ്പർ ആയിട്ട് സമയത്ത് കഴിക്കുക, അതെല്ലാം ഇവിടെ ഗ്രോത്ത് ഡെവലപ്മെന്റ്, ഹ്യൂമൻ ബോഡിയുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അത് ആവശ്യമാണ്. പിന്നെ നമുക്ക് പ്യുവർ ക്ലീൻ വാട്ടർ കിട്ടണം അല്ലെ, നമുക്ക് കുടിക്കാൻ നല്ല ക്ലീൻ ഹൈജീൻ ആയിട്ടുള്ള വെള്ളം വേണം, ഫ്രഷ് എയർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റണം. ഫിസിക്കൽ എക്സസൈസസ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചു, ഫിറ്റ്നസ് അല്ലെ, ഫിസിക്കൽ എക്സസൈസസ് ഏത് മെത്തേഡ് വേണമെങ്കിലും നമ്മുടെ ആരോഗ്യം അനുസരിച്ച് നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. പിന്നെ റിക്രിയേഷൻ, നമുക്ക് വിനോദം അല്ലെ, എന്റർടൈൻമെന്റ് വേണം നമ്മുടെ ലൈഫിൽ. റിക്രിയേഷൻ കഴിഞ്ഞൊരു കോമന്റ് കേട്ടോ, എന്റർടൈൻമെന്റ് വേണം ലൈഫിൽ. എന്റർടൈൻമെന്റ് മീൻസ് വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്റർടൈൻമെന്റ് വേണ്ട. നമുക്ക് കൊച്ചു കുട്ടികളാകുമ്പോൾ അവർക്ക് കളിക്കണം, ഇൻഡോർ ഗെയിംസ് ഉണ്ട്, ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്, കളിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഫംഗ്ഷൻസിന് പോകാം, സിനിമയ്ക്ക് പോകാം, അങ്ങനെ വിനോദങ്ങളിൽ ഏർപ്പെടരുത്, ചെറിയ പിക്നിക്കിന് പോവുക, അതൊക്കെ. പിന്നെ സ്ലീപ്പ്, ഇനഫ് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ കൊച്ചുകുട്ടികളുടെ അടുത്ത് നമുക്ക് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അതൊന്നും അവർക്ക് മനസ്സിലാവില്ലെങ്കിലും അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ്, അവരുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അവയർനെസ്, അത് വെറുതെ ക്ലാസ് കൊടുത്തിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ വിഷ്വൽ ഇമ്പാക്ട്, അങ്ങനെ അത് തന്നെ ചെയ്യണം. കാരണം മിക്കവാറും അഡോളസന്റ് ഗ്രൂപ്പുകൾക്കൊക്കെ അറിയാം, കൗമാരക്കാർക്ക് അറിയാം ഈ സാധനങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ടുള്ള കുഴപ്പങ്ങളെല്ലാം അറിയാം, ഒക്കെ നല്ല പോലെ അതിന്റെ അവയർനെസ് ഉണ്ട്. പക്ഷെ എന്നാലും അവർ യൂസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇതിൽ നിന്നും അവരെ അവിടെ നിന്ന് മാറ്റി വേറെ ഇഷ്ടങ്ങളിലേക്ക്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ലഹരികൾ ഉണ്ടല്ലോ, ഫുട്ബോള്, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ രീതിയിലേക്ക് ഇവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്നാലും ഇതുകൊണ്ടുള്ള ആ ഒരു എഫക്റ്റ് ഹെൽത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള അവയർനെസ് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ വീട്ടിൽ വന്നപ്പോൾ വീട്ടിൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര സീരിയസ് ആയിട്ട് ഈ പറഞ്ഞ ഡേറ്റ മുഴുവനും ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ അവർ പറഞ്ഞു കൊടുക്കും. കാരണം അവർ അത്രയും ശ്രദ്ധിച്ചതുകൊണ്ടാണ് അവർ വീട്ടിൽ വന്ന് അത് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെന്റൽ ഹെൽത്തിനെയും ഡാമേജ് ആക്കും. ഓക്കെ, അത് അപ്പൊ ഒരു സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആകേണ്ട ആൾക്കാരെ ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സിലേക്ക് പോകുമ്പോൾ ആ സൊസൈറ്റിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഹ്യൂമൻ ആയിട്ടായിരിക്കും അവർ മാറുന്നത്. ക്രൈംസ് ഉണ്ടാകാം, വയലൻസ്, അങ്ങനെ പല കാര്യങ്ങളും വരും. പിന്നെ പല അസുഖങ്ങളുടെ കോസ്, എന്താണ് അസുഖങ്ങൾ വരാനുള്ള കാരണം, അതിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് എന്തെല്ലാം മീൻസ്, എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കാം, അത് ആ ഒരു അവയർനെസ്സും കൊടുക്കണം. പിന്നെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വരണം. മെന്റൽ ഹെൽത്ത്, ശരീരത്തിന് മാത്രം ഹെൽത്ത് അല്ല, മെന്റൽ ഹെൽത്ത്, ഡൊമസ്റ്റിക് ഹെൽത്ത്, വീടും ചുറ്റുപാടുകളിലെയും ഹെൽത്ത്, പിന്നെ കമ്മ്യൂണിറ്റി, നമ്മൾ ജീവിക്കുന്ന ആ കമ്മ്യൂണിറ്റി, സൊസൈറ്റിയുടെ ഹൈജീൻ, പിന്നെ സെക്സ് ഹൈജീൻ. ആ ഒരു അഡോളസന്റ് ഗ്രൂപ്പിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് അതിനെ പറ്റിയൊക്കെ ഒരു അവയർനെസ് കൊടുക്കുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ പൊതുവെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ. പിന്നെ ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ വീടുകളിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം. നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് എടുത്തോ? ക്ലാസ് എടുത്തോ? ഇല്ല. അപ്പൊ ഫസ്റ്റ് എയ്ഡിന്റെ ഇമ്പോർട്ടൻസ് അതും മനസ്സിലാക്കണം. കാരണം പെട്ടെന്ന് ഒരു എമർജൻസി വന്നാൽ കൈയൊന്ന് മുറിഞ്ഞു, ബ്ലഡ് പോകുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈയൊന്ന് പൊള്ളി, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ ഓരോന്ന് വരുമ്പോ, പിന്നെ ഒന്ന് ഫെയിന്റ് ആയി, ചിലപ്പോ ഷുഗർ ലോ ആയിട്ടോ അങ്ങനെയൊക്കെ, അങ്ങനെ ഓരോ ഇത് വരുമ്പോ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു അവയർനെസ്സും ഉണ്ടായിരിക്കണം.
നമ്മൾ ഇങ്ങനെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടിയ ഈ നോളജ് അപ്ലൈ ചെയ്യാം സ്കൂൾ ലൈഫില്, പേഴ്സണൽ ലൈഫില്, കമ്മ്യൂണിറ്റി ലൈഫിലെല്ലാം അപ്ലൈ ചെയ്യാം. അത് ഓക്കെ. ഇതാണ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരുന്നത്. ഏതൊക്കെ ഏരിയയിലുള്ള അവയർനെസ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കൂളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇതാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് അടുത്തത്. മിസ് ഞാൻ വായിക്കാതെ. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, to inform or school students inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercises, protection against disease are essential for the avoidance of sound. Teaching principles of health and hygiene is important as school days പ്രവിത, make education of സെക്കൻഡ്, പ്രവിത കേൾക്കുന്നില്ല. പ്രവിത, okay, miss. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആ 2 പാരഗ്രാഫ്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അപ്പൊ നമ്മൾ ഇതിന്റെ സ്കോപ്പ് പറഞ്ഞു, ഏതെല്ലാം ഏരിയയിൽ ഉള്ള അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കണം. അത് നമ്മൾ ആദ്യം പറഞ്ഞവർക്ക് വിഷ്വലൈസേഷൻ, അങ്ങനെ വീഡിയോ കാണിക്കുക, ചാർട്ടുകൾ കാണിക്കുക, അങ്ങനെയൊക്കെ അപ്പൊ കുറച്ചുകൂടെ ഇമ്പാക്ട് ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താ ശരിക്കും ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നു അല്ലെ, എങ്ങനെ അവരുടെ ലൈഫ് സ്റ്റൈലിനെ എങ്ങനെ മാറ്റാം. ചിലപ്പോൾ അവർ വിചാരിക്കും ഞാൻ ഇതുവരെ ഫോളോ ചെയ്തത് ശരിയല്ലായിരുന്നു, സോ ഇനി മുതൽ ഈ ഒരു ലൈഫ് സ്റ്റൈൽ. പിന്നെ എങ്ങനെ ഇൽനെസ് വരുമ്പോ, അസുഖം വരുമ്പോ പ്രിവെന്റ് ചെയ്യാം, അസുഖം വരാതിരിക്കാൻ എന്തെല്ലാം രീതിയിൽ പ്രിവെന്റ് ചെയ്യാം, വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം സ്റ്റെപ്സ് എടുക്കണം, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണം. ഒരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ, ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രോണിക് കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യും. ക്രോണിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കുറെ ഡിസീസസ് നമുക്ക് വരാറുണ്ടല്ലോ, ലൈഫ് ലോങ് ആയിട്ട് പോകുന്നത്. ഡയബറ്റിക്, പ്രഷർ, അൾസർ, അങ്ങനെ ചില അസുഖങ്ങൾ നമ്മൾ ലൈഫ് ലോങ്, തൈറോയ്ഡ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ വരുമ്പോൾ, അങ്ങനെ ക്രോണിക് കണ്ടീഷൻസ് വരുമ്പോൾ, അതുപോലെ തന്നെ നമുക്കിപ്പോ കുറെ കാലം ഒരു ടൈമില് ക്യാൻസർ ഭയങ്കരമായിട്ട് പലരിലും ഉണ്ടായിരുന്നു. ബട്ട് ചിലരത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, കുറെ വർഷങ്ങളോളം കുഴപ്പമില്ലാണ്ട് ജീവിച്ചു. ഓക്കെ, പിന്നെ അപ്പൊ അവർ ആ സമയത്ത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തി, അവരുടെ ഡയറ്റും അവരുടെ ഫിറ്റ്നസ് മെത്തേഡും എല്ലാം മാറ്റി, അവരുടെ രീതികൾക്കൊക്കെ മാറ്റം വരുത്തി. ശ്രുതി, ഇത് ഓണാണ്, ഓഡിയോ ഓണാണ്. താങ്ക് യു. അപ്പം ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ, ഫസ്റ്റ് പോയിന്റ് അതാണ്, ഹൗ ടു മെയിൻറ്റെയിൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അവയർനെസ് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹൗ ടു പ്രിവെന്റ് ഇൽനെസ്, അതുപോലെ തന്നെ ഹൗ ടു പ്രിവെന്റ് ഇഞ്ചുറി, പിന്നെ ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ് വന്നാൽ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു സർട്ടൻ പോയിന്റ്സ് ആണ് അല്ലെ,
ഹെൽത്ത് എഡ്യൂക്കേഷൻ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നു ടു എങ്ങനെയാ ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ആ പാരഗ്രാഫിൽ ഇല്ലാട്ടോ, ഇല്ലാത്ത കാര്യം ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിന്റെ കൂടെ അത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഹെൽപ്പ് ഏതെല്ലാം ഏരിയകളിൽ വരുന്നു. ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹൗ ടു പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്, ഹൗ ടു മാനേജ് ക്രോണിക് കണ്ടീഷൻസ്, ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാൻ ഡയബറ്റിക്, തൈറോയിഡ്, പിന്നെ ക്രിട്ടിക്കൽ ഇൽനെസ്, എന്തെങ്കിലും അസുഖങ്ങൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ്, അങ്ങനെയുള്ള ക്രോണിക് കണ്ടീഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം. അപ്പൊ ഏതൊക്കെയായിരുന്നു പോയിന്റ്സ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? How to maintain How to maintain healthy lifestyle. How to prevent illness. and injury. How to How prevent to manage injury, chronic conditions. manage chronic condition. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഈ ആളുകൾക്ക് ഇൻഡിവിജ്വൽസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നോളജും അതുപോലെ തന്നെ സ്കില്ലുമാണ് അല്ലെ. ഇതിനൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് അത് എങ്ങനെ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളും ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കൂടെ വരും. അപ്പൊ നമുക്ക് ആ നോളജും കിട്ടുന്നു, സ്കില്ലും കിട്ടുന്നു, എങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ, ചില സ്റ്റെപ്സ്, വെള്ളത്തിൽ വീണ് ഒരു കുട്ടിയെ രക്ഷിച്ച് കൊണ്ടുവന്നു, എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, തീപ്പൊള്ളലേറ്റു, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഒരു മാസ് ആക്സിഡന്റ് നടന്നു ഒരിടത്ത്, ബസ്സും 2 ബസ്സുകളും തമ്മിൽ കൂട്ടിയിടിക്കും, അപ്പൊ അവിടെ കുറെ പേര് ഇഞ്ചേർഡ് ആകും. അപ്പൊ പെട്ടെന്ന് ആ സ്പോട്ടിൽ അവർക്ക് എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണു, അയാൾക്ക് എങ്ങനെ CPR കൊടുക്കാം. അപ്പൊ അതെല്ലാം ഈ ഫസ്റ്റ് എയ്ഡിൽ ആ ഒരു അവയർനെസ് എല്ലാം കുട്ടികൾക്ക്, ഇത് പലപ്പോഴും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ ഒക്കെ വന്നിട്ട് മോക്ക് ഡ്രില്ല് പോലെ ചെയ്യും. അതായത് നമ്മുടെ മുന്നിൽ അവരത് സംഭവിക്കുന്നതായിട്ട് അഭിനയിച്ച് കാണിക്കും. അപ്പൊ നമുക്ക് ശരിക്കും അത് സീരിയസ് ആയിട്ട് ആ മോക്ക് ഡ്രില്ല് ചെയ്ത് കാണിക്കണം. തമാശ രൂപേണയല്ല, സീരിയസ് ആയിട്ട് ശരിക്കും ചെയ്ത് കാണിക്കണം. നല്ല പോലെ നമുക്കത് ക്ലിയർ ആവും. അപ്പൊ ഒരു CPR ഒരാൾക്ക് ഹാർട്ടിന് കുഴഞ്ഞു വീണ് കഴിയുമ്പോൾ ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നമോ ലങ്സിന്റെ എന്തെങ്കിലും പ്രോബ്ലം അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ CPR കൊടുക്കാനും ഒക്കെ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് മുറിവ് പറ്റി ബ്ലീഡിങ് വരുന്നു, എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ഓരോ കണ്ടീഷനിലും എന്തെല്ലാം ആ ഒരു സ്കില്ലും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോളജ് കിട്ടുന്ന മാത്രമല്ല, ആ ഒരു സ്കില്ലും കിട്ടുവാണ്. ഓക്കെ, അതാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സ്കൂളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രോഗ്രാമും അറേഞ്ച് ചെയ്യണം സ്കൂളിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് കുട്ടികൾക്ക് ഇതിനുള്ള അവയർനെസ് നല്ല രീതിയിൽ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൽ ഹെൽത്തിനും ഹൈജീനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ. സ്കൂൾ എൻവയോൺമെന്റ്, സ്കൂൾ പ്രിമിസസ് എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. കുട്ടികൾക്ക് നല്ല ഫ്രഷ് എയറും ക്ലീൻ വാട്ടർ, നാച്ചുറൽ ലൈറ്റ് എല്ലാം അവിടെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ശരിക്കും അങ്ങനെ സ്കൂളിനൊക്കെ ലൈസൻസ് കിട്ടുന്നത് അതൊക്കെ അഫിലിയേഷൻ ഒക്കെ കിട്ടുന്നതൊക്കെ നോക്കിയിട്ടാണല്ലോ അല്ലെ. സ്കൂളിന്റെ പരിസരം എങ്ങനെയാണ്, ചൈൽഡ് ഫ്രണ്ട്ലി ആണോ, കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള റിസോഴ്സസ് അവിടെ ഉണ്ടോ, പ്ലേ ഗ്രൗണ്ട് ഉണ്ടോ, അങ്ങനെ എല്ലാ ഫെസിലിറ്റികളും ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് അത് കൊടുക്കുക. ശരിക്കും സ്കൂളിൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രഷ് എയർ, പിന്നെ നല്ല വെന്റിലേഷൻ, പിന്നെ ക്ലീൻ വാട്ടർ, ഫ്രഷ് വാട്ടർ, അതായത് വെള്ളം കുടിക്കാനും ക്ലീനിങ് പർപ്പസിനും വെള്ളം വേണം. പിന്നെ ആവശ്യത്തിന് ടോയ്ലറ്റ്സ്, അത് നല്ല ഹൈജീൻ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അത് സ്കൂളിൽ നിന്ന് തന്നെ ഇതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ നല്ല ചേഞ്ചസ് വരും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മക്കളായിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. പലർക്കും ഹെൽത്ത് കണ്ടീഷൻ മോശമാവും. നല്ല രീതിയിൽ അവർക്ക് ഇതിന്റെ അവയർനെസ് കിട്ടിയിരുന്നു. അപ്പൊ സ്കൂൾ കുട്ടികൾ എന്താ, അവർ സ്കൂളിൽ നിന്നും ഇതുപോലെ ഹെൽത്തിനെ കുറിച്ച് പല കാര്യങ്ങളും അറിഞ്ഞതും മനസ്സിലാക്കിയതുമെല്ലാം അവർ വീട്ടിൽ ചെന്ന് പാരന്റ്സിനോട് പറയും. അങ്ങനെ ഓരോരോ ഫാമിലി മെമ്പേഴ്സിനോടെല്ലാം പറയും. അങ്ങനെ ഓരോ ഫാമിലിയിലും ഈ കുട്ടികൾക്ക് കിട്ടിയ അവയർനെസ്, കുട്ടികൾ അങ്ങനെയാണല്ലോ, സ്കൂളിൽ നടക്കുന്ന എല്ലാം വീട്ടിൽ വന്ന് പറയുന്നേ. അപ്പൊ കുട്ടികൾക്ക് കിട്ടുന്ന അവയർനെസ് ചെറിയ പ്രായത്തിൽ പ്രത്യേകിച്ചും, വലുതാവും തോറുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ്സ്. ഓക്കെ, എല്ലാ കുട്ടികളിലും ഉണ്ടാവണമെന്നില്ല. ചില കുട്ടികളെല്ലാം ഒന്ന് ഷെയർ ചെയ്യും, ചില കുട്ടികൾ അഡോളസൻ ഒക്കെ ആകുമ്പോഴേക്കും എന്തിനു ഷെയർ ചെയ്യണം അങ്ങനെ ഒരു ചിലത് ഐഡിയ തുടങ്ങും.
ഓക്കെ, അത് വിട്ടിട്ട് ഞാൻ ഇതിപ്പോ ഇങ്ങനെ ഒരു അവയർനെസ് കിട്ടുമ്പോൾ കുട്ടികൾ അത് വീട്ടിൽ വന്ന് പറയും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു 10 വീടുകളിൽ ഈ അവയർനെസ് കിട്ടുവാണല്ലേ, സോ ആ കമ്മ്യൂണിറ്റി ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ആയിട്ട് മാറും, ഹെൽത്ത് നോളജ്. അപ്പൊ അങ്ങനെ എല്ലാവരും ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ഒക്കെ ഹെൽത്ത് എഡ്യൂക്കേഷനെ പറ്റിയുള്ള അറിവുകൾ കിട്ടും. പിന്നെ ഇപ്പൊ പലതിനും സപ്ലിമെന്റ്സ് കിട്ടുന്നുണ്ട് അല്ലെ, വണ്ണം കുറയ്ക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്ന ദിവസം 1 or 2 പിൽസ് ഗുളിക കഴിക്കുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മൾക്ക് കിട്ടിയ നോളജ്, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ കിട്ടിയ നോളജ് നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഹെൽത്ത് പൂർണ്ണമാകുന്നത്, കംപ്ലീറ്റ് ആകുന്നത്. ബോഡി നമ്മൾ കെയർ ചെയ്യണം. അതായത് നമ്മളുടെ ബോഡിയാന്ന് പറഞ്ഞാൽ വാരി വലിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കരുത്. നമ്മളുടെ ബോഡിക്ക് നമ്മളുടെ ഏജിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കുക, നല്ല ക്ലീൻ ആയിരിക്കണം, ക്ലീൻലിനെസ്. പിന്നെ എക്സസൈസ് ചെയ്യുക, പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക. വന്നുപോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, വന്നുപോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് കൂടുതൽ ശ്രദ്ധിക്കുക, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്റ്റഡ് ആകാതെയും ശ്രദ്ധിക്കുക, അസുഖം വന്ന ആളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇതെല്ലാമാണ് ഈ ഹെൽത്തി ആയിരിക്കാൻ ഉള്ള, അതായത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ നിന്നും ശരീരത്തിനും മനസ്സിനും ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ നിന്നും നമുക്ക് മാറാൻ പറ്റുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ പറഞ്ഞത്. നല്ല റിഗാർഡ് നമ്മൾ എടുക്കുന്ന ഭക്ഷണം, നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, എങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മാനേജ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മുടെ ഹെൽത്തി സൗണ്ട് ആയിട്ടുള്ള ബോഡിക്ക് അതുപോലെ തന്നെ സൗണ്ട് മൈൻഡിന് ആവശ്യമാണ്. നെക്സ്റ്റ് വി ഹാവ് 3 പോയിന്റ്സ്. അതുകൂടെ നമുക്ക് പറയാൻ തോന്നുന്നു, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാരെങ്കിലും റീഡ് ചെയ്യാമോ? വായിക്കട്ടെ. Aims and values of health education. The following are the main aims and object of health education in schools. First one, to provide information about health and hygiene. It aims at introducing the pupils and the teachers with the functioning of the body, the rules of health and hygiene, and the preventive measures for warding of disease. It is to be noticed of the pupils how bad habits, unhygienic ways of living, addiction to smoking and liquor, and such unhealthy practices result in wrong consequences. Betterment of human relationships, particularly from the standpoint of health. Aims and values of health education നമുക്ക് നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഈ 3 പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, 3 പോയിന്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Teaching principles of health and hygiene is important as school days make the foundation of habits. അല്ലെ, 3 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുട്ടികളെ നമ്മൾ സ്കൂളിൽ ചേർക്കും. അപ്പൊ ഒരു മോർ ആക്റ്റീവ് ആയിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലാണ്. അപ്പൊ ആ സമയത്ത് അവരുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ഓരോന്നും നല്ല പോലെ അവരുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആകും. അവരുടെ മൈൻഡ് അങ്ങനെയാണ്. അപ്പൊ മൈൻഡും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങള് സ്കൂളിൽ നിന്ന് തന്നെ ആ ഒരു ഹാബിറ്റ്സിന്റെ, ഹെൽത്തി ഹാബിറ്റ്സ് ആണെങ്കിലും ഗുഡ് മാനേഴ്സ് ആണെങ്കിലും അതിന്റെ ഒരു ഫൗണ്ടേഷൻ സ്കൂളിൽ നിന്ന് കിട്ടുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഓക്കെ, അതൊരു സിസ്റ്റമാറ്റിക് വേയിൽ സ്കൂളിൽ നിന്ന് കിട്ടും. എല്ലാ വീടുകളിൽ നിന്നും അങ്ങനെ കുട്ടികൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കിട്ടണമെന്നില്ല. സ്കൂൾ അതോറിറ്റീസ് അവര് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ പെർഫെക്റ്റ് ആയിരിക്കണം. ലൈക്ക് അവര് സ്കൂൾ ബിൽഡിംഗ് എങ്ങനെയാണ്, ആ ബിൽഡിങ്ങിലേക്ക് നല്ല പോലെ ഫ്രഷ് എയറും സൺലൈറ്റും കിട്ടുന്ന രീതിയിൽ തന്നെ വെട്ടവും വെളിച്ചമൊക്കെ വേണമെന്നൊക്കെ പറയുന്നത്, അങ്ങനെ രീതിയിലൊക്കെ നല്ല കാറ്റും ഒക്കെ ഉള്ളതായിരിക്കണം. പ്രോപ്പർ വാട്ടർ സപ്ലൈ വേണം. പിന്നെ അത് കുടിക്കാൻ മാത്രമല്ല ക്ലീനിങ് പർപ്പസിനും വേണം. പിന്നെ എക്സസൈസ്, അതായത് സ്കൂൾ പീരീഡിന്റെ ഇടയ്ക്ക് കുട്ടികൾക്ക് ഉണ്ടാവും PT പീരീഡ് അല്ലെ, അങ്ങനെ ആ കരിക്കുലത്തിന് ഇടയ്ക്കായിട്ട് സ്റ്റഡി അവേഴ്സിന് ഇടയ്ക്കായിട്ട് ഒരു ഫിസിക്കൽ എക്സസൈസ്, അപ്രോപ്രിയേറ്റ് എക്സസൈസിന് പറ്റുന്ന ഒരു പീരീഡ് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ്, അതായത് അവരുടെ മസിൽസ് മൂവ് ചെയ്യുമ്പോഴാണ് ഇവരുടെ ബോഡി നല്ല സ്ട്രോങ് ആവും അല്ലെ. അവരൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മസിൽ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ടിഷ്യൂ ആയിട്ടിരിക്കും. അതേസമയം ഇവരുടെ ബോഡി മൂവ്മെന്റ് എക്സസൈസ് ഒക്കെ വരുമ്പോൾ മസിൽ നല്ല ടൈറ്റ് ആവും. ഓക്കെ, സ്റ്റുഡൻസ് മോർ പവർഫുൾ ആവും.
പിന്നെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം സ്കൂളിൽ. ഇതുപോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെ പീഡിപ്പിച്ച് വേണം, ആ ഡിസിപ്ലിൻ വേണം, പക്ഷെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ. സ്കൂളിലേക്ക് പോകാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നും, അവര് ആസ്വദിച്ച് പഠിക്കണം, ആസ്വദിച്ച് കളിക്കണം, ആ ഒരു രീതിയിലായിരിക്കണം സ്കൂൾ എന്ന് പറയുന്നത്. അത് അവരുടെ ഗ്രോത്തിന്, ഡെവലപ്മെന്റിന് വളരെ ആവശ്യം. അവരുടെ ശരീരം വളരുന്നുണ്ട്, ഗ്രോത്ത്, ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ ലാംഗ്വേജ്, അവരുടെ മൈൻഡ്, അവരുടെ ഇന്റലക്ച്വൽ ബുദ്ധി ഇതെല്ലാം വളർന്നുകൊണ്ടിരിക്കുക, ഡെവലപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് അങ്ങനെയുള്ളൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയറിലായിരിക്കണം കുട്ടികൾ വളരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എയിംസ് ആൻഡ് വാല്യൂസ് എടുക്കാം. ഓക്കെ, സൈൻ ഔട്ടിന് അറിയുന്നുണ്ടോ? ഞാനാണ് മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഇന്ന് എടുത്തത് യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചാണ്. അതിൽ ഹെൽത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹെൽത്തും ആരോഗ്യവും അതുപോലെ തന്നെ അതിന്റെ വൃത്തിയും അതിന്റെ ആവശ്യകതയെ പറ്റിയാണ് പറഞ്ഞത്. ഇവിടെ ഹെൽത്ത് ഈസ് നെസസറി കണ്ടീഷൻ. ഹെൽത്ത് എന്ന് പറഞ്ഞാല് ഫ്രീ ഫ്രം എനി ഡിസീസ്, അതായത് എല്ലാത്തിൽ നിന്നുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള മോചനം, അതാണ് വേണ്ടത്. അത് 2 ടൈപ്പ്, all types of development: child, physical, social, cognitive, affective, psychomotor, language are affected by നമ്മൾ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ പറഞ്ഞത് സൗണ്ട് മൈൻഡിനെ സൗണ്ട് ബോഡി, അതായത് ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം, അതാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്. അതാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അതെ, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അതായത് നമ്മൾ ലക്ഷ്യമാണ് അതായത് ലക്ഷ്യമാണ് ഹെൽത്ത് എന്നുള്ള നമ്മൾ ലക്ഷ്യമാണ്, അതിലേക്കുള്ള ഒരു മാർഗമാണ്, അത് റൂട്ടാണ് ഹൈജീൻ. അത് വൃത്തിയോടെ ഇരിക്കുക, അതാണ് നമ്മളുടെ ലക്ഷ്യം. പിന്നെ ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം, അതിനെ കുറിച്ച് പറഞ്ഞു. വളരെ നന്നായിട്ട് ടീച്ചർ ക്ലാസ് വിശദമായിട്ട് പറഞ്ഞു തന്നു. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ചും എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇത് രണ്ടും നന്നായി വിവരിച്ചു തന്നു. താങ്ക് യു സോ മച്ച്. പേരെന്തായിരുന്നു? അവിടെ നിഹാൽ അൻവർ എന്ന് കാണുന്നത്. എന്റെ പേര് സൽമ. സൽമ, വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, then have a nice day. Bye. കുറച്ച് നേരം കൂടി ഇരിക്കാൻ. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Bye. Thank you, ma'am.